തിരുമേനി ആരെയാ നോക്കുന്നത്? അല്പം മുമ്പ് ഒരു കൈനോട്ടക്കാരനോട് വന്നിരുന്നു. ആളൊരു ശിവഭക്തനാണെന്നാ പറഞ്ഞത്. അയാൾ മോളുടെ കൈ നോക്കി ഫലം പറഞ്ഞു. ഇനി 17 ദിവസം കൂടി എന്റെ മോൾക്ക് ആയുസുള്ളൂ അത്ര. അത് സത്യമാണോ ഡോക്ടർ? എന്റെ കുഞ്ഞിനെ അത്രയേ ഉള്ളൂ ആയുസ്. അവളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 9 വയസ്സ് തികയാൻ ഇനിയും 40 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞത് എങ്ങനെ ശരിയാവും ഡോക്ടർ? തിരുമേനി, ജാതകത്തിൽ 9 വയസ്സ് വരെയാവും ശിവപ്രിയയ്ക്ക് ആയുസ് പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ആ ആയുസിന്റെ അറുതി അതിനുള്ളിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് ഇന്നോ നാളെയോ അയാൾ പറഞ്ഞതുപോലെ 17 ദിവസം കഴിഞ്ഞോ, തിരുമേനി വിചാരിക്കുന്നത് പോലെ 40 ദിവസം തികയുമ്പോഴോ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതെല്ലാം ഈശ്വര നിശ്ചയമാണ്. അവളുടെ കാര്യത്തിൽ വിധി എന്താണോ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. ആ വിധിയെ ധൈര്യപൂർവ്വം നേരിടുക. അതിൽ പരം മനുഷ്യജന്മങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിധിഹിതം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സ്വീകരിക്കാൻ മനസ്സിനെ സജ്ജമാക്കുക. തിരുമേനി വരൂ, ഞാൻ മോളെ ഒന്ന് കാണട്ടെ. ആഹാ, രണ്ടുപേരും ഒന്നിച്ചാണല്ലോ വരവ്. ഈ വരവ് സുപ്രധാനമായ എന്തോ കാര്യം തീരുമാനിക്കാനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ വിദ്യമ്മേ, ഞങ്ങൾക്ക് വിദ്യമ്മയോട് ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നിങ്ങൾ രണ്ടുപേരും എന്റെ 2 വശത്തിരിക്കൂ. ഇനി പറയൂ, എന്താ കാര്യം? ഇപ്പോഴുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഞാനും ദൈവൂട്ടും തമ്മിൽ വിവാഹം കഴിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സന്ദീപിന്റെ അമ്മ ഈ ബന്ധം സമ്മതിക്കോ? അമ്മ എത്രമാത്രം ഈ ബന്ധത്തിന് വിയോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിദ്യമ്മേ. പക്ഷേ ഇനി അത് ഗൗനിക്കേണ്ടതില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വിവാഹശേഷം അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനി ഈ വിവാഹം ഇങ്ങനെ നീണ്ടുപോയാൽ അമ്മ കൂടുതൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമെന്നാ എനിക്ക് തോന്നുന്നത്. ദേവൂട്ടിക്ക് എന്താ അഭിപ്രായം? പറഞ്ഞോളൂ, എന്താ നിന്റെ മനസ്സില്? സന്ദീപ് പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ? ദേവൂട്ടി പറഞ്ഞത് കേട്ടില്ലേ സന്ദീപ്? നിന്റെ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണത്തിന് അവക്ക് താല്പര്യം ഇല്ലെന്നാ പറയുന്നത്. അത് വിവാഹത്തിന് അവക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ അവള് മാനിക്കുന്നത് നിന്റെ അമ്മയുടെ മനസ്സിനെയാ. പിന്നെ എന്താണ് വിദ്യാമ്മ ഇതിനൊരു പരിഹാരം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആവേശത്തിന്റെ പുറത്ത് ഇപ്പോ ഒരു തീരുമാനം എടുക്കണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ യഥാസമയം മൂകാംബിക ദേവി ഒരു തീരുമാനം കൈക്കൊള്ളും.
അതേ സംഭവിക്കാനും പോകുന്നുള്ളൂ. അതുകൊണ്ട് സമാധാനത്തോടെ തിരിച്ചു പോകും. അമ്മ മഹാമായയിൽ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം ആ തീരുമാനത്തിനാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മോളെ പറഞ്ഞു തിരുത്തിക്കോളാന്ന്? എന്നിട്ട് അതിന്റെ ഫലമൊന്നും അവളിൽ കാണുന്നില്ലല്ലോ. ദേ ഇപ്പോഴും എന്റെ മോനെ വലവീശി എടുക്കാൻ നോക്കുക അവള്. നിങ്ങൾ പറഞ്ഞാലൊന്നും അവള് കേക്കില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? ഇത്തിരി ഇല്ലാത്ത പ്രായത്തിലെ മൂകാംബിക സന്നിധിയിൽ നിന്ന് എന്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതാ അവളെ. അന്നു മുതല് അവക്ക് ചെല്ലും ചെലവിനൊക്കെ കൊടുത്ത് സംരക്ഷിക്കുന്നത് ഞങ്ങളാ. പക്ഷെ ഇപ്പോ രക്ഷിതാക്കൾ എന്ന നിലയില് ഞങ്ങള് പറയുന്നൊന്നും അവൾ അനുസരിക്കാറില്ല. അത് വളർത്തദോഷത്തിന്റെയാ. ചെറുപ്പത്തിലെ അനുസരണശീലവും അടക്കോ ഒതുക്കോ ഒക്കെ പഠിപ്പിക്കണമായിരുന്നു. അല്ല, ഈ പറഞ്ഞതൊക്കെ മാഡത്തിന്റെ മോനും ബാധകമാണല്ലോ അല്ലേ? ദേ എന്റെ മോന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മോളുടെ കാര്യ. അവളെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ അത് പറ. സത്യം പറയാലോ, ഇപ്പൊ ഞാനോ എന്റെ ഭർത്താവോ പറയുന്നതിനേക്കാൾ അവള് മാനിക്കുന്നതേ ആ വിദ്യാമാന്ന് പറയുന്നവരുടെ വാക്കുകളാ. അവരാ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് അവളുടെ മനസ്സിൽ ഈ പാഴ്മോഹങ്ങളൊക്കെ വളർത്തുന്നത്. എന്റെ മോന്റെ ഗതിയും അതൊക്കെ തന്നെയാ. അവരുടെ കാര്യം പറയുമ്പോ അവന് 100 നാവാ. ഞാൻ നോക്കിയിട്ടേ അവരെ തമ്മിൽ അകറ്റാൻ ഒരു വഴിയേ ഉള്ളൂ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ വിദ്യാമ്മയെ കൊണ്ട് തന്നെ ആ കാര്യം സാധിപ്പിച്ചെടുക്കണം. അതെങ്ങനെ? ആ സ്ത്രീ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? ഹ, അതൊക്കെ ശരി തന്നെ. പക്ഷേ മൂകാംബിക ഭക്തര് അവരോട് എന്താവശ്യപ്പെട്ടാലും അവരത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാ അവരിവിടെ ഇത്രയും സ്വാധീനമുള്ള ഒരാളായത്. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇന്ദുമതി പറയുന്നേ? പറയാം. ഞാനേ നാളെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അവരുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കാം. ദേവൂട്ടിക്ക് ഗഗൻ എന്ന് പറയുന്ന ഒരാളുടെ കല്യാണാലോചന വന്നിട്ടുണ്ടെന്നും അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ കല്യാണത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നും അവരുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എത്രയ്ക്കായാലും അവരും ഒരു സ്ത്രീയല്ലേ. നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാവാതിരിക്കോ? എങ്കിലേ ഞാനും ഒരു കാര്യം ചെയ്യാം. മൂകാംബിക ഭക്തിയായിട്ട് ഇന്ദുമതിക്കൊപ്പം ഞാനും വരാം. എന്റെ മോനെ ഊമയായ ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ കൂട്ടു നിൽക്കരുതെന്ന് ഞാനും അവരോട് അപേക്ഷിക്കാം. പെറ്റമ്മ പറഞ്ഞ ചിലപ്പോ അവരുടെ മനസ്സൊന്ന് അലിഞ്ഞാലോ? ആ, അതും ബുദ്ധിയാ. നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് പോവാം. 2 വീട്ടുകാർക്കും അവര് തമ്മിൽ ഒന്നിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാവുമ്പോ അവര് തന്നെ പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിച്ചോളൂ.